ഇനി വരാൻ പോകുന്നത് ഒരു കോംബോ പെർഫോമൻസ്. അതിനായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം വിഷ്ണു ആൻഡ് സുബിൻ പെരുവല്ലൂർ. ഞാൻ അലനല്ലൂർ ഒരു സ്ഥാപനം ഡീൽ അക്കാദമി എന്നുള്ള സ്ഥാപനം നടത്തുകയാണ്. അപ്പോൾ അതിൽ ഈ കോമഡി ഉത്സവം കാരണം ഒരുപാട് കുട്ടികൾ ഈ പഠനത്തോടൊപ്പം തന്നെ ഇങ്ങനെ എന്റർടൈൻമെന്റ് ഒക്കെ ഉള്ളതുകൊണ്ട് എന്നെ തിരിച്ചറിയുന്നത് കൊണ്ട് ഒരുപാട് കുട്ടികൾ അവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഈ ഉത്സവം സൂപ്പർ സ്റ്റാറിൽ ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. കോമഡി ഉത്സവത്തിൽ വന്ന ശേഷം ഒരുപാട് പ്രോഗ്രാം എനിക്ക് ചെയ്യാൻ സാധിച്ചു. വീണ്ടും ഞാൻ ഫ്ലവേഴ്സിന്റെ ഉത്സവം സൂപ്പർ സ്റ്റാർ എന്ന പ്രോഗ്രാമിൽ വന്നിരിക്കുകയാണ്. സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? ഇന്ന് ഗായകരുടെ വോയിസിൽ കോമഡി ഉത്സവത്തിലും ഗായകരുടെ വോയിസിലായിരുന്നു മിമിക്രി ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഇതിലും ഇവിടെ വെറൈറ്റി സ്റ്റാർസുകളാണ്. പറയുന്നില്ല, കാണാം. ആദ്യം നാദൃഷ നമ്മുടെ സലീമേട്ടനെ കുറിച്ച് പാടിയ ഒരു ഗാനം. പലവട്ടം കാത്തു നിന്നിവൻ സിനിമയുടെ ലോകത്തെത്താൻ പല നാളും ചാൻസും തേടി പോയില്ലേ. പലവട്ടം കാത്തു നിന്നിവൻ സിനിമയുടെ ലോകത്തെത്താൻ പല നാളും ചാൻസും തേടി പോയില്ലേ. ഒടുവിൽ ഒരു നടനായി കഴിവുള്ളൊരു സ്റ്റാറായി ഇന്നിപ്പോൾ സൂപ്പർ നടനായി മുന്നിൽ നിൽപ്പല്ലേ. ഒടുവിൽ ഒരു നടനായി കഴിവുള്ളൊരു സ്റ്റാറായി ഇന്നിപ്പോൾ സൂപ്പർ നടനായി മുന്നിൽ നിൽപ്പല്ലേ. പലവട്ടം കാത്തു നിന്നവൻ സിനിമയുടെ ലോകത്തെത്താൻ എന്നാലും ഇവനും നിന്നൊരു സ്റ്റാറല്ലേ. നാടകാചാര്യൻ NN പിള്ളയുടെ മകൻ വിജയരാഘവൻ. ശരി, കാർത്തികയ്യ, കയ്യൂക്കിന്റെ ബലം നിറയ്ക്കാൻ വശമോളം ധരിക്കരുത്. നിന്റെ അച്ഛൻ സമ്പാദിച്ചിട്ട് ഹോസ്പിറ്റലല്ല, കയറി തള്ളിപ്പൊളിച്ച് ഈ കയ്യിന്റെ 4 പീസാക്കി. പിന്നെ ഒരുത്തിന്റെ മുന്നിൽ പൊക്കൂല. നീ പെട്രോൾ കുളിച്ച തന്റെ നിപ്പ് നടേശ അന്നക്കിളി നീ എന്നിലെ വർണ്ണക്കനവേറി വന്നു, കന്നിക്കിളി നീ എന്നിൽ പൊന്തൂവൽ വീശി നിന്നു. അന്തിക്കടവത്തെ അമ്പിളിക്കൊമ്പിൽ കള്ളിക്കുയിലായി നീ പാടി, തുള്ളിത്തിരതുള്ളും തുള്ളാരക്കാറ്റിൽ മാനായി മറിമാനായി മാറി. അന്നക്കിളി നീ എന്നിലെ വർണ്ണക്കനവേറി വന്നു, കന്നിക്കിളി നീ എന്നിൽ പൊന്തൂവൽ വീശി നിന്നു. ഇന്നസെന്റിന്റെ ഡ്യൂപ്പ് എന്നറിയപ്പെടുന്ന ഇരിഞ്ഞാലക്കുടക്കാരൻ ജോസ് പല്ലിശ്ശേരി. എന്റെ പൊന്നുമോനെ, വെറുതെ കോടതിക്കാരും പറഞ്ഞു കോട്ടറസ് ആക്കരുത്. ഈ KM മാത്യുവിന് വെട്ടിക്ക് നമ്പർ എന്തെങ്കിലും നിനക്ക് പോർക്കറച്ചിയിൽ കൂർക്കിട്ട് വെക്കോ? അറിയില്ല, പറഞ്ഞുതരാം. അടപ്പത്തിരിക്കുന്ന വെള്ളം അതിപ്പോ വറ്റി കാണും. അപ്പോ ഞാനങ്ങോട്ട് എന്തിനു ഹൈദരാലി മാഷ് മതിൽ ചാടി പോണ്? പക്ഷേ പിള്ളേര് മതിൽ ചാടി പോണ്, ഇങ്ങോട്ട് വന്നേ. അടുത്തത് അഫ്സൽ. ഏമൈ കണ്ണിനുള്ളം കൊണ്ടെന്നുള്ളിൽ കുത്തും പെണ്ണാണേ, ഒരു കൊട്ട സ്വപ്നം തന്നോരോ മുത്താണേ. ഞാൻ പണ്ടേ കച്ചം കെട്ടി നിന്നെ കെട്ടാനിപ്പാണേ, പടിയോരം വെള്ളിപ്പല്ലക്കെത്തിയതിന്നാണേ. വീട്ടാരും കൂട്ടുണ്ടേ, നാട്ടാരും കൂടെയുണ്ടേ, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ടേ. ആശപ്പു കൊട്ടാരം വിണ്ണോരം മുത്തിയിലെ ചിങ്കാരം പട്ടും കുത്തി ചേലിൽ വർണ്ണ പൊട്ടും കുത്തി മിന്നുകെട്ടിക്കൊണ്ടേ പോകാം ചില്ലം ചില്ലാന. ചില്ലം 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 ചില്ലാന. ചില്ലം 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 ചില്ലാന. ചില്ലം 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 ചില്ലാന. ദിത്തര 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 ദത്തര ചില്ലം ചില്ലാന.
കലാഭവൻ മണിയുടെ അമ്മയായി അഭിനയിച്ച വാസന്തി ലക്ഷ്മിയിലെ മീന ഗണേഷ്. ഓക്കെ. വാസന്തി മനസ്സിലൊരു പൂമാല കരുതി വച്ചതാരാണ്? മണിച്ചിക്കലമാനോ പൂമീനോ? കനവിലൊരു പൂത്താലി കരുതി വച്ചതാരാണ്? മണിച്ചിക്കലമാനോ പൂമീനോ? പൊന്നുരുകും നെഞ്ചിൽ നീ മുത്തമിട്ട നേരം, മഞ്ഞുരുകും മെയിൽ നീ മുത്തമിട്ട നേരം, പളുങ്കുവള കൈയെടുത്തു കയ്യിൽ വെച്ചോരോ മരപ്പൊന്നുമണികൾ. മനസ്സിലൊരു പൂമാല കൊരുത്തു വെച്ചതാരാണ്? ആരാണ്? ബിജുകുട്ടൻ. ഓക്കെ. തിരിക്കണമോ? ആ പിള്ളേരുണ്ടല്ല, ഒടുക്കത്തെ പിള്ളേരുണ്ട്. എന്റെ തലമണ്ടിക്ക് ഒരു കല്ലെടുത്തെറിഞ്ഞ് എന്നിട്ടൊരു പേരും കൂടി ഇട്ടുണ്ട്. എന്ത് പേരാണെന്ന് അറിയാമോ? കരിവണ്ടെന്ന്. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. വിഷ്ണു തകർത്തു. നാദൃഷിക്കയുടേത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷെ നാദൃഷിക്കയുടേത് കൂടുതൽ ഇഷ്ടപ്പെട്ടു. സലീമേട്ടനെ കുറിച്ച് പാടിയത് കൊണ്ടായിരിക്കാം അല്ലേ? പക്ഷെ അസലായിരുന്നു. ഇവിടെയും പ്രത്യേകിച്ച് മീന ചേച്ചിയുടേത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. സലീമേട്ടാ, രണ്ട് പ്രതിഭകള് ഇവിടെ മാറ്റിയെടുക്കുന്ന അഭൂതപൂർവമായ ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. വിഷ്ണുവും സിബിനും രണ്ടുപേരും മിടുക്കന്മാരാണ്. ഒരാള് പാട്ടില് സ്പെഷ്യലൈസ് ചെയ്തപ്പോൾ ഒരാള് ശബ്ദാനുകരണത്തിൽ. രണ്ടും വളരെ വളരെ മനോഹരമായിരിക്കുന്നു. ഞാനിവിടെ അലനല്ലൂർ എന്നുള്ള പ്രദേശത്ത് ഒരു ഡീൽ അക്കാദമി എന്ന സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളാണ്. അപ്പൊ അവര് കുട്ടികൾ എന്റെ അടുത്ത് വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സാറ് കോമഡി ഉത്സവത്തിൽ വന്നല്ലേ എന്ന് ചോദിക്കും. അപ്പൊ തന്നെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ട്. ഇവിടെ ഞാനൊരു ഓട്ടോ തൊഴിലാളിയാണ്. അപ്പൊ ഓട്ടോ ഓടിച്ച് ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ ചോദിക്കും, ചേട്ടാ കോമഡി ഉത്സവത്തിലൊക്കെ വന്നിട്ടില്ലേ? ഇതുപോലെ ചോദിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു പുളകാണ്, സന്തോഷമാണ്. അപ്പൊ എന്നോട് ഇനി എന്നാ പോണത്, ഇനി എന്നാ സ്പോട്ട് ഡബിങ് ചെയ്യുന്നുണ്ടോ? ഈ സ്പോട്ട് ഡബിങ് എന്താണെന്ന് മനസ്സിലായത് ഫ്ലവേഴ്സിന്റെ കോമഡി ഉത്സവം വന്നപ്പോൾ. അത് വലിയൊരു സന്തോഷമായിട്ട് തോന്നുന്നു. ഇതേപോലെ ഒരു എനർജി എനിക്ക് ഇനിയും കിട്ടും പ്രേക്ഷകരിൽ നിന്ന്. അതെനിക്ക് തരും പ്രേക്ഷകർ. ഉത്സവം സൂപ്പർ സ്റ്റാർ പ്രസ്